ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വാഹനം പഠിക്കുന്ന ടൈമിൽ ഒരുപാട് പേർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും കിട്ടാറില്ല. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. എന്നാൽ വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും ചില ആൾക്കാരെ സംബന്ധിച്ച് സ്റ്റിയറിങ്ങിനെ കുറിച്ചുള്ള ഐഡിയകൾ കൃത്യമായിട്ടും ഇല്ല. വണ്ടി ഓടിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റിയറിങ്ങിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില സീക്രട്സ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അതുകൊണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക്, ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇവിടെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ വാഹനത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇറങ്ങിയേക്കുന്ന പവർ സ്റ്റിയറിംഗ് സംവിധാനമാണ്. എന്നാൽ പഴയ വാഹനങ്ങളിലുള്ളത് മാനുവലായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിങ്ങുകളാണ്. അത് പവർ സ്റ്റിയറിംഗ് അല്ല. അപ്പം പവർ സ്റ്റിയറിംഗും മാനുവൽ സ്റ്റിയറിംഗും എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഈ പഴയ മാനുവലായിട്ടുള്ള സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഈ പഴയ മാരുതി 800-ലും അതുപോലെ തന്നെ നമ്മുടെ പഴയ ജീപ്പുകളിലും ഒക്കെ ഉണ്ടായിരുന്നത് സാധാരണ ഉള്ള മാനുവലായിട്ടുള്ള സ്റ്റിയറിംഗ് ആയിരുന്നു. അവിടെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബലം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നല്ല ഹാർഡായിട്ട് തിരിച്ചെങ്കിൽ മാത്രമേ സ്റ്റിയറിംഗ് തിരിഞ്ഞു കിട്ടത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോഴിറങ്ങുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 10-20 കൊല്ലം മുന്നേ തന്നെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള പ്രോബ്ലം പരിഹരിക്കാനായിട്ട് നമ്മുടെ വണ്ടികളിൽ വന്ന ഒരു മാറ്റമാണ് ഈ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചിന്തിച്ചേക്കുന്നത് ഇത്തിരി തിരിച്ചാൽ മതി വണ്ടി ഒരുപാട് തിരിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ്. എന്നാൽ പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ഒരു മാനുവലായിട്ട് വണ്ടിയിൽ തിരിക്കുന്ന സെയിം അളവിൽ തന്നെയാണ് ഇവിടെ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബലം കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ചെറുതായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിനെ ഈസി ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന സംവിധാനമാണ് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഒക്കെ നമ്മുടെ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അറിയേണ്ട ഒരു കാര്യം പവർ സ്റ്റിയറിംഗ് എന്താണ്, നോർമൽ സ്റ്റിയറിംഗ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റിയറിംഗ് തിരിക്കുന്ന അളവുകളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. പക്ഷെങ്കിൽ പവർ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ വളരെ സുഖകരമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ഇരിപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ അത് കറക്റ്റ് ആകാത്തത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. തേർഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഏതുകൊണ്ട് കൈ എൻ്റെ വളരെ സുഖകരമായിട്ട് നിവർത്തിയാണ് ഞാൻ വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഈ കൈ ഇങ്ങനെ ഞാൻ ഇവിടെ നിവർത്തുന്ന സമയത്ത് എൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പ് എൻഡിലാണ് എൻ്റെ കൈയുടെ ഈ ഒരു ഏരിയ വന്നേക്കുന്നത്. അപ്പം നല്ല ഒരു സ്പേസ് ഇട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് നിങ്ങൾ ആദ്യം വാഹനം പഠിക്കുന്ന ഒരു ബിഗിനർ നിർബന്ധമായിട്ടും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിംഗുമായിട്ട് ഈ ടോപ്പ് എൻഡിൽ വെച്ച് സ്പേസ് ഇടുക. ഈ സ്പേസ് ഇട്ടാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈക്ക് പെയിൻ വരില്ല. ഇനി രണ്ടാമത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ബലം സ്റ്റിയറിംഗ് വീലിലേക്ക് കൊടുക്കരുത്. ഇത് കുറേ സീക്രട്ടുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്ന സമയത്ത് ഇത് ഇത്തരത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുക. ഇനി സ്റ്റിയറിംഗിൽ ഏതൊക്കെ രീതിയിലാണ് കൈ പിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേക ഒരു റൂളൊന്നും പറയാനായിട്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് 9-3 പൊസിഷൻ യൂസ് ചെയ്യാം. അതായത് സ്റ്റിയറിംഗിൻ്റെ സെൻറ്റർ ഏരിയയിൽ കൈ പിടിച്ചിട്ട് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതാണ് ഈ 9-3 പൊസിഷൻ. കണ്ടോ? അപ്പം നമുക്ക് ചെറിയ വളവും തിരിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് എടുത്തത് ഇങ്ങനെ പതിയെ പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സിലറേഷനും ഇതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് നമുക്ക് കൂടുതൽ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിക്ക് സ്പീഡ് കൂടും. വണ്ടിക്ക് സ്പീഡ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ്
കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സിലറേഷൻ ഓരോ വളവുകളിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു വളവ് തിരിയാണ്, പതിയെ ഒന്ന് ആക്സിലറേഷൻ അയക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇതുപോലെ എടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും. അപ്പോൾ ആക്സിലറേഷൻ ഇവിടെ ഒരു പങ്കുണ്ട്, അത് സ്റ്റിയറിംഗുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓർക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ 9-3 പൊസിഷനിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി നമുക്കുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 10-10 പൊസിഷനാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ കൈ പിടിച്ചേക്കുന്ന ഈ ഒരു രീതിയാണ് 10-10 പൊസിഷൻ. ഈ 10-10 പൊസിഷനിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതുപോലെ ചെറിയ വളവുകളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് തിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൈയുടെ തള്ളവിരൽ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു രീതിയിൽ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറിയ വളവും തിരിവുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ചെറിയ വളവുകൾ അല്ലെങ്കിൽ റോഡിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ 10-10 പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ എടുത്തെടുത്ത് തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ ഞാൻ എടുത്ത് തിരിക്കുന്നുണ്ടോ? ഇല്ല. വളരെ സുഖകരമായിട്ട് തന്നെ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി എടുത്ത് തിരിക്കേണ്ട വളവുകൾ എന്നൊക്കെ പറയുന്നത് നല്ല വളവുകൾ വരുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും വലിയ വളവുകളൊന്നുമില്ല. ജസ്റ്റ് നമുക്കിത് ഇതുപോലെ എടുത്ത് തിരിച്ച് വളരെ സുഖകരമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കക്കാരായ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കൈ മാത്രമല്ല പഠിക്കേണ്ടത്. നമ്മൾ സിംഗിളായിട്ട് കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചാലേ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു വാസ്തവം. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ 2 കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കംഫർട്ടായിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ സിംഗിൾ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഗിയർ മാറേണ്ട സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം നമുക്ക് ബുദ്ധിമുട്ടാകും. കാരണം അവിടെ നമുക്ക് 2 കൈയും പറ്റുന്നില്ല, ഒറ്റ കൈയിലേക്ക് വരും. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇത്തിരി നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ്, ഒരു സീക്രട്ടാണ് ഞാൻ പറയുന്നത്. അതായത് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈ ഇവിടെ വെക്കണം. മനസ്സിലായോ? ഇത് നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ഇത്രയും തിരിയും, എന്നിട്ട് വീണ്ടും നേരെയാക്കുക. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കുക, കണ്ടോ, ഞാനിവിടെ സിംഗിൾ ഹാൻഡ് വെച്ച് ഡ്രൈവ് ചെയ്യാണ്. എന്നിട്ട് ഒരു കൈ പതിയെ ലിവറിന്മേൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക. ഇത് നിങ്ങൾ പഠിച്ചെടുക്കാൻ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ കുറച്ച് ദൂരം സിംഗിൾ ഹാൻഡ് വെച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് സിംഗിൾ ഹാൻഡ് വെച്ച് കുറേ ദൂരം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഒറ്റ കൈ കൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തെറ്റ് വരില്ല. അതായത് വണ്ടി നടുക്കോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വന്ന് വണ്ടി ഓടിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, ഇപ്പോൾ 4th ഗിയറിൽ ഇങ്ങനെ എൻ്റെ വണ്ടി പോവാണ്. ഓക്കെ, എനിക്ക് ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡൗൺ ചെയ്ത് 3rd ഗിയറിലേക്ക് ഇടണം. ക്ലച്ച് പിടിച്ച് 3rd ഇട്ട് കണ്ടോ. അപ്പം സിംഗിൾ ഹാൻഡ് എനിക്ക് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു കൺട്രോളും, 2 ഗിയറിൻ്റെ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വീണ്ടും ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് 4th ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ എനിക്കിവിടെ 2 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ബേസിക് മുതൽ നിങ്ങൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹാർഡായിട്ട് സ്റ്റിയറിങ്ങിലേക്ക് ബലം കൊടുക്കുന്നേ ഇല്ല. നിങ്ങൾ നോക്കുക, കണ്ടോ, നമുക്ക് ഈ ഒന്നെങ്കിൽ 10-10 പൊസിഷൻ പിടിക്കാം, അല്ലെങ്കിൽ 9-3 പൊസിഷൻ പിടിക്കാം. പിന്നെ ഉള്ളത് 8-4 ആണ്. 8-4ൻ്റെ ആവശ്യമില്ല. 8-4 എന്ന് പറയുന്നത് താഴത്തെ പൊസിഷനാണ് വരുന്നത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഒന്നെങ്കിൽ ഒരു 9-3 അല്ലെങ്കിൽ 10-10 പൊസിഷനോ പിടിക്കുക. വളവുകളൊക്കെ നല്ല വളവുകളാണെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക. അപ്പം ഒരുപാട് പേർക്കുള്ള ഒരു സംശയം ഉണ്ട്, നമ്മുടെ എയർ ബാഗ് സെൻറ്ററിലല്ലേ വരുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു ചിന്ത വരും. ഒരിക്കലും ഇല്ല. കാരണം എയർ ബാഗ് വരുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ മുഖഭാഗത്തേക്ക് ഇത് വന്ന് എയർ ബാഗ് അടിക്കത്തുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യണം, നമ്മളൊരു 9-3യും ഒരു 10-10 പൊസിഷനും ഒക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഒപ്പം തന്നെ നിങ്ങൾ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ സൈഡിലേക്കുള്ള ഒരു ബാലൻസ് കിട്ടാനോ അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡ് ബാലൻസ് കിട്ടാനായിട്ട് ഇവിടെ പിടിക്കുക. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇത്രത്തോളം ഇവിടെ പിടിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, ഇത്രത്തോളം ഇങ്ങോട്ടും തിരിക്കാം. കണ്ടോ?
അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.